നമസ്കാരം. മെയ് ആദ്യവാരം മുതൽ മണിപ്പൂരിൽ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വംശീയ കലാപത്തിൽ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെയുള്ള എല്ലാ ആരാധനാലയങ്ങളും പുനർനിർമ്മിച്ചു തുടങ്ങണം എന്ന സുപ്രധാന ഉത്തരവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട്, ഏതൊക്കെ ആരാധനാലയങ്ങളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്, എത്രയാണ് നാശനഷ്ടം തുടങ്ങിയ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുകൂടി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന നിർദ്ദേശങ്ങൾ തന്നെയാണ് നിലവിൽ മണിപ്പൂർ സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിലുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാവണം ഈ പുനർനിർമ്മാണത്തിനുള്ള പ്രവൃത്തികളിലേക്ക് കടക്കേണ്ടതെന്ന് കൂടി സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വരുന്ന ക്രിസ്മസിന് മുൻപ് തന്നെ മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിനും ആരാധന നടത്തുന്നതിനും ആളുകൾക്ക് ഒത്തുകൂടുന്നതിനും മണിപ്പൂരിൽ ഒരു സന്നാഹം ഉണ്ടാക്കണം, അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. മെയ്തി ക്രിസ്ത്യൻ ചർച്ച് കൗൺസിലിന്റെ ആവശ്യവും സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ട്. അങ്ങനെ മണിപ്പൂരിൽ ഇത്രയും നാൾ തകർക്കപ്പെട്ട, പ്രത്യേകിച്ചും ഈ കുക്കി മെയ്തി വംശീയ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ അവിടെ തകർക്കപ്പെട്ട എല്ലാ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ തന്നെ പുനർനിർമ്മിച്ച് നൽകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ക്രിസ്മസിന് അഭയകേന്ദ്രങ്ങളിലൊക്കെ കഴിയുന്ന നിരവധി ആളുകൾക്ക് മതപരമായ ചടങ്ങുകൾ ചെയ്യുന്നതിനും ഒത്തുകൂടുന്നതിനും ആഘോഷിക്കുന്നതിനുമൊക്കെ ഉള്ള സംവിധാനങ്ങൾ യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാതെ മണിപ്പൂർ സർക്കാർ ഒരുക്കി നൽകണമെന്നുകൂടി സുപ്രീം കോടതി പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.